വേനൽ കനത്തിട്ടും കൊല്ലം കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ തുറക്കാത്തത് ജില്ലയിലെ ഗ്രാമീണ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. കനാൽ തുറക്കുന്നത് നീണ്ടുപോകുന്നത് കാർഷിക മേഖലയെ തകർക്കുന്നതിനൊപ്പം ഗ്രാമങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും കാരണമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അധികൃതർ അടിയന്തരമായി ഇടപെട്ട കനാൽ തുറന്ന ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആയിരക്കണക്കിന് ഹെക്ടർ നെൽവയലുകളാണ് കല്ലട കനാലിനെ പ്രധാനമായും ആശ്രയിക്കുന്നത്. വെള്ളമെത്താത്തതിനാൽ നെൽകൃഷിക്ക് പുറമെ തെങ്ങ്, വാഴ, പച്ചക്കറി കൃഷികളും ഉണങ്ങി നശിക്കുന്ന അവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത് കൃഷിയിറക്കിയ കർഷകർ വലിയ സാമ്പത്തിക ബാധ്യതയെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. കനാലിലൂടെയുള്ള നീരൊഴുക്ക് നിലയ്ക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പിനെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ടെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും പാചകത്തിനും കുളിക്കാനും ആശ്രയിക്കുന്നത് സ്വന്തം കിണറുകളെയാണ്. കനാൽ വെള്ളം ലഭിക്കാത്തതോടെ കിണറുകളും കുളങ്ങളും വറ്റിവരലാൻ തുടങ്ങി. തോടുകളുടെയും മറ്റ് സ്വാഭാവിക ജലസ്രോതസ്സുകളുടെയും ഒഴുക്ക് നിലച്ചു. കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കന്നുകാലികൾക്ക് കുടിക്കാനുള്ള വെള്ളം കണ്ടെത്താൻ ക്ഷീരകർഷകർ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. തീറ്റപ്പുല്ല് കൃഷി ഉണങ്ങി നശിക്കുന്നത് പാലുൽപാദനത്തെയും കന്നുകാലികളുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കനാൽ തുറന്ന് ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെയും നാട്ടുകാരുടെയും തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.